ഹലോ. ഇതിനു മുമ്പുള്ള ഈ സ്കാം മാനേജ്മെൻറ്റ് കോഴ്സുകൾ കണ്ടവരോട് എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇനിയും ഇതേപോലുള്ള കോഴ്സുകൾ അതിൻ്റെ കണ്ടിന്യൂഷൻ വന്നുകൊണ്ടിരിക്കും. ഇത് നമ്മളുടെ വിഷയം കഴിഞ്ഞ നമ്മൾ ക്ലാസ്സുകളിൽ നമ്മൾ നോക്കിയിരുന്നത് ഓരോ സ്റ്റേജായിട്ടാണ് വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിരിക്കുന്നത് ബയർ സൈഡ്. നിങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ എന്തെല്ലാം ചതിവുകൾ ഏർപ്പെടാം, ഒരു ബിസിനസ് നിങ്ങൾ തുടങ്ങാനായിട്ട് വാങ്ങാൻ പോകുമ്പോൾ എന്തെല്ലാം ചതിവുകൾ ഏർപ്പെടാം, ആ ഘട്ടം നമ്മൾ താണ്ടി. ഇനി അടുത്ത ഘട്ടം, വിൽക്കാൻ പോകുമ്പോൾ എന്തെല്ലാം ചതിവുകൾ ഏർപ്പെടാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ പ്രസൻറ്റേഷൻ ഞാൻ തുടങ്ങുകയാണ്. ഓക്കെ, ലെറ്റ്സ് കം ഹിയർ. സെല്ലർ സൈഡ് ബിസിനസ് സ്കാംസ്. ഏതെല്ലാം തരത്തിലുള്ള സ്കാംസ് ആണ് ഒരു ദൈനംദിന ജീവിതത്തിൽ ഒരു ബിസിനസ്സുകാരൻ നമ്മൾ സാധനം വെക്കാൻ പോകുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടതെന്നാണ് നോക്കുന്നത്. ബിസിനസ് കോച്ച് പ്രാക്ടിക്കൽ ഗൈഡ് ടു പ്രൊട്ടക്ടിങ് സെല്ലേഴ്സ്, റവന്യൂ ആൻഡ് ട്രസ്റ്റ്. 6 തരം സ്കാമുകളാണ് ഞാൻ ഇതിലേക്ക് എഴുതി വച്ചിരിക്കുന്നത്. റിയൽ കേസ് ഓഫ് സ്റ്റഡിങ് ഈസ് ഇൻക്ലൂഡഡ്, സെല്ലേഴ്സ്, SOP ആൻഡ് ടെംപ്ലേറ്റ്. ഓക്കെ, നമ്മൾ ക്ലാസ്സിലേക്ക് പോകാം അല്ലേ. വൈ സെല്ലേഴ്സ് ആർ ഫ്രീക്വൻ്റ്ലി ടാർഗറ്റഡ്. എന്തുകൊണ്ടാണ് സ്കാമേഴ്സ് സെല്ലേഴ്സിന് ടാർഗറ്റ് ചെയ്യുന്നത്? കാരണം കൂടുതൽ ഈസിയാണ്. ഒരു കമ്പനി സെറ്റപ്പ് ചെയ്തിട്ട്, ഫേക്ക് കമ്പനി സെറ്റപ്പ് ചെയ്തിട്ട് വാങ്ങാൻ കാണുന്നവർക്കും ഈസിയാണ് പറ്റിക്കാൻ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ സ്കാമേഴ്സ് ഡോണ്ട് പിക്ക് വിക്ടിംസ് റാൻഡംലി. ദേ സ്റ്റഡി ദ സൈക്കോളജി ആൻഡ് ദേ ആർ വെരി ഗുഡ് അറ്റ് ഇറ്റ്. പെട്ടെന്ന് ഒരാളെ ചൂസ് ചെയ്യുന്നതല്ല, നമ്മളുടെ സൈക്കോളജിയിലാണ് നമ്മൾ വീഴുന്നത്. ആർക്കെങ്കിലും ഒരു ഡെസ്പറേറ്റ്ലി സെല്ലിങ് മൂവ്മെൻറ്റ് ഉണ്ടല്ലോ, ഇന്നത്തെ എക്കോണമിക് സിറ്റുവേഷനിൽ അത് എല്ലാ കമ്പനികൾക്കും ഉണ്ട്. സ്പീഡ് ടു ക്ലോസ്, എത്ര പെട്ടെന്ന് സെയിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം സെയിൽസ് മാനേജറുടെ അടുത്തുള്ള പ്രഷർ, MDയുടെ അടുത്തുള്ള പ്രഷർ, അങ്ങനെയുള്ള മറ്റുള്ള പ്രഷർ കാരണം എത്രയും പെട്ടെന്ന് സെയിൽസ് ചെയ്യാനുള്ളൊരു വാശിയുണ്ടാവും. ഡിസൈഡ് കൺഫേം സെയിൽസ് ക്വിക്ക്ലി മീൻസ് വെരിഫിക്കേഷൻ സ്റ്റെപ്സ് ഗെറ്റ് സ്കിപ്ഡ്. പെട്ടെന്നുള്ള ഈ ഒരു മൂവ്മെന്റിൽ എന്തെല്ലാം വെരിഫിക്കേഷൻ നമ്മൾ ചെയ്യണം, അതൊക്കെ സ്കിപ്പാവും. സ്കാമേഴ്സ് ക്രിയേറ്റ് ആർട്ടിഫിഷ്യൽ ഡെഡ്ലൈൻ ടു ഫോഴ്സസ്. എസ്പെഷ്യലി ഒരു ഉദാഹരണത്തിന്, വെള്ളിയാഴ്ച വൈകുന്നേരം നിങ്ങൾക്കൊരു കോൾ വരും, ഒരു 4-5 മണിയാകുമ്പോൾ, ഓൾമോസ്റ്റ് നിങ്ങൾ ക്ലോസ് ചെയ്യാൻ പോകുന്ന സമയത്ത്, ഞങ്ങൾക്ക് ഒരു 100 യൂണിറ്റ് നിങ്ങൾ സെൽ ചെയ്യുന്ന ഒരു ടീഷർട്ട് ആണെന്ന് വെക്കാം, ടീഷർട്ടിൻ്റെ ആവശ്യമുണ്ടെന്ന് പറയും. അങ്ങനെ പറഞ്ഞതിന് ശേഷം അവർ ഒരു ഓർഡറിങ് തരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇമെയിലോ അല്ലെങ്കിൽ വാട്സപ്പിൽ ഇതാക്കി നിങ്ങൾ ഇൻവോയ്സ് അയച്ചു കൊടുക്കുമ്പോൾ അതോടുകൂടി കഴിഞ്ഞു. പിറ്റേ ദിവസം ശനിയാഴ്ച ഏതാണ്ട് ഒരു ഉച്ചയാണ് സമയത്ത് ഒരു ഫണ്ട് ട്രാൻസ്ഫർ സ്ലിപ്പ് അയച്ചു തരും. എന്നിട്ട് ഞങ്ങൾക്ക് തിങ്കളാഴ്ച ഡെഡ് ലൈനാണ്, അത് ഞങ്ങൾക്ക് അതായത് കസ്റ്റമർക്ക് കൊടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പ്രഷർ ചെയ്യും. ഓൾറെഡി ഫണ്ട് ട്രാൻസ്ഫർ സ്ലിപ്പ് വന്നല്ലോ. അപ്പോൾ ഒരിക്കൽ അക്കൗണ്ട്സിൽ വിളിച്ച് ചോദിച്ചു, ഫണ്ട് ക്രെഡിറ്റ് ആയോ ചോദിച്ചു. അപ്പോൾ ക്രെഡിറ്റ് ആയില്ല. നോർമലി ഫസ്റ്റ് ടൈം ആകുമ്പോൾ യൂഷ്വലി ടൈം എടുക്കും, 5-6 മണിക്കൂർ എടുക്കുന്നത് നോർമലാണെന്ന് പറയും. അപ്പോൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ നിങ്ങൾ വെരിഫിക്കേഷൻ വിട്ടിട്ട് ഷിപ്മെന്റ് റിലീസ് ചെയ്യും. എന്തുകൊണ്ട്? ഒന്ന്, ഫിയർ ഓഫ് ലോസിങ് കസ്റ്റമർ. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർ വേറെ വല്ലവരുടെയും പോകും. ഈ ഒരു പേടി, ദിസ് ഫിയർ ഡെലിബറേറ്റ്ലി ട്രിഗേർഡ് ഫോർ ഫേക്ക് കമ്പീറ്റിംഗ് ബയർ പ്രഷർ. നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയർ നമ്മളെ പ്രഷർ ചെയ്യും. എത്രയും പെട്ടെന്ന് സാധനം വിടുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രഷർ ചെയ്യും. മോറോവർ, എക്സൈറ്റ്മെന്റ് ഫോർ എ ബിഗ് ഓർഡർ. നിങ്ങൾക്ക് ആ മാസം ചെയ്യാവുന്ന ഏറ്റവും വലിയ ഓർഡർ ആയിരിക്കും ആ തരുന്നുണ്ടാവുക. അത് മിസ്സായി പോകും എന്നുള്ള നിങ്ങളുടെ ഭയം. ബൾക്ക് ഓർഡർ ക്രിയേറ്റ്സ് ഇമോഷണൽ എക്സൈറ്റ്മെന്റ്, ക്ലൗഡ്സ് ജഡ്ജ്മെന്റ്. ബിഗർ ദ ഓർഡർ, ദ മോർ ദ ബ്രെയിൻ വാണ്ട്സ് ടു ബി റിയൽ. അവരുടെ കോൺഫിഡൻസ് സ്പീക്കിംഗ്, അവർ വളരെ പ്രൊഫഷണൽ ആയിട്ടായിരിക്കും സംസാരിക്കുക. വെരി പ്രൊഫഷണൽ ആൻഡ് പോളിഷ്ഡ് ഇംഗ്ലീഷ്. നിങ്ങൾ സ്വാഭാവികമായിട്ടും വീണ് പോകും. അതുകൊണ്ട് തന്നെ
എപ്പോഴും ബിഗ് ഓർഡർ എന്നുള്ളത് കൊണ്ട് എടുത്ത് ചാടരുത്. വെരിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രസ്റ്റ് ഇൻ വിഷ്വൽ പ്രൂഫ്. നിങ്ങൾക്ക് കിട്ടിയ പേയ്മെൻറ്റ് സ്ക്രീൻഷോട്ട്. ഇറ്റ് വിൽ ഫീൽ ലൈക്ക് കൺവിൻസിങ് എവിഡൻസ്. സ്കാമേഴ്സ് ഡിസൈൻ ദം ടു ബി ഇൻഡിസ്റ്റിങ്വിഷബിൾ ഫ്രം ജെനുവിൻ ട്രാൻസ്ഫർ. വളരെ ഈസിയാണ് ജെനുവിൻ ആയിട്ടുള്ള ഒരു പേയ്മെൻറ്റ് സ്ലിപ്പ് എടുക്കുക. അതിൽ തന്നെ ഡീറ്റെയിൽസ് മാത്രം ഒരു പെയിൻറ്റിൽ പോയിട്ട് സെയിം ഫോർമാറ്റിൽ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കുക എന്നുള്ളത് വലിയ ഒരു കാര്യമൊന്നുമല്ല. അത് ഒരു കറണ്ട് ഡേറ്റിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അപ്പിയറൻസിൽ ഒരേ ജെനുവിൻ പോലെ തന്നെ തോന്നും. എ സെല്ലേഴ്സ് ബിഗസ്റ്റ് വീക്ക്നെസ് ഈസ് നോട്ട് ഇഗ്നോറൻസ്, ഇറ്റ് ഈസ് ദ അർജൻസി ടു സെൽ. നമ്മളുടെ വീക്ക് പോയിന്റ് എന്ന് പറയുന്നത് ഇഗ്നോറൻസ് അല്ല. നമ്മൾ അതിനേക്കാളും കൂടുതൽ എത്രയും പെട്ടെന്ന് ഇത് വിറ്റ് കാശാക്കിയിട്ട് വേണം നമുക്ക് സ്റ്റാഫിന് സാലറി കൊടുക്കുക എന്നുള്ള ആ അണ്ടർ പ്രഷറിൽ ഒരു പക്ഷേ നമ്മൾ മിസ്റ്റേക്ക് കാണിക്കും. ബിൽഡ് സിസ്റ്റം ദാറ്റ് റിമൂവ് ഇമോഷൻ ഫ്രം ഫിനാൻഷ്യൽ ഡിസിഷൻ. ഇങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻസിൽ സ്റ്റാൻഡേർഡ് SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ റിട്ടേൺ ആയിട്ട് എഴുതി വെക്കുന്നതായിരിക്കും നിങ്ങളുടെ കമ്പനിക്ക് ഏറ്റവും ഉത്തമം. ചെറുതാവട്ടെ വലുതാവട്ടെ, കമ്പനി നിങ്ങൾ വലുതാവട്ടെ ചെറുതാവട്ടെ, നിങ്ങൾ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ എഴുതി വെക്കുക. ഒന്നാമത്തെ സ്കാം, ദി ഫേക്ക് ബയർ. ഇതാണ് നമ്മളുടെ ഇന്ത്യയിൽ കാണുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള സ്കാം. ഇത് റിപ്പീറ്റ് ഹൺഡ്രഡ്സ് ഓഫ് ടൈംസ് എവറി വീക്ക് അക്രോസ് ദി ഇൻഡസ്ട്രി. എല്ലാം ഇൻഡസ്ട്രിയിലും ഇത് നടക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വരുന്നു, ഒരാൾ പറയും ഞങ്ങൾ ഇന്ന കമ്പനിയിൽ നിന്നാണ്, ഞങ്ങൾക്ക് ഇത്രയും 500 യൂണിറ്റ്സ് വേണം, നമ്മൾ പെട്ടെന്ന് സപ്ലൈ ചെയ്യാമോ? ഞങ്ങൾക്ക് വേറൊരു സപ്ലയർ ഉണ്ടായിരുന്നു, ആ സപ്ലയർ ലാസ്റ്റ് മിനിറ്റിൽ ബാക്കൗട്ട് ചെയ്ത് ഞങ്ങൾക്ക് ഒരു 48 hours ഞങ്ങൾക്ക് ഡെലിവറി കൊടുക്കണം, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പറ്റും, ഇല്ലെങ്കിൽ ഞങ്ങൾ വേറെ നോക്കാം. നിങ്ങളുടെ ഒരു കടത്ത് സ്റ്റോക്ക് ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് തന്നെ കൊടുക്കാൻ പറ്റും. നിങ്ങൾ ഡെലിബറേറ്റ്ലി വാണ്ട് ഫോർ സെയിൽ എന്നിട്ട് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കും. ഞങ്ങൾ 2015 മുതലുള്ള കമ്പനിയാണ്, ഞങ്ങൾക്ക് 11 വർഷമുള്ള കമ്പനിയാണ് എന്ന് പറഞ്ഞിട്ട് ഇതാക്കുന്നതാണ് ഞങ്ങളുടെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പക്ഷേ വിസിറ്റിംഗ് കാർഡും അയച്ചു തരും. വിസിറ്റിംഗ് കാർഡിൻ്റെ അഡ്രസ്സ് എടുത്തിട്ട് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ തപ്പി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്ഥാപനമേ അവിടെ ഉണ്ടാവില്ല. ഗുഡ്സ് ഡിസ്പാച്ച് ചെയ്തു, സെല്ലർഷിപ്സ് സ്റ്റോക്ക് ബേസ്ഡ് ഓൺ വെർബൽ കമ്മിറ്റ്മെന്റ് ഓൺ സ്ക്രീൻഷോട്ട് പേയ്മെന്റ്. വെർബൽ കമ്മിറ്റ്മെന്റ് അവരുടെ അടുത്തുള്ള സംസാര രീതിയും ആ ഫ്രണ്ട്ലിയും അവരുടെ ഇംഗ്ലീഷും അവരുടെ പേയ്മെന്റ് സ്ലിപ്പും ഒക്കെ കണ്ടിട്ട് നമ്മൾ ഡിസ്പാച്ച് ചെയ്തു. മിക്കവാറും കേസിൽ അവർ പറയുന്ന ട്രാൻസ്പോർട്ടർ ആയിരിക്കും യൂസ് ചെയ്യുക. അയാൾക്ക് ചെക്ക് ഓൺ ഡെലിവറിയോ ക്യാഷ് ഓൺ ഡെലിവറിയോ ഓപ്ഷൻ ഉണ്ടാവില്ല. നമ്മളുടെ ഇതാണെങ്കിൽ, നമ്മളുടെ ട്രാൻസ്പോർട്ടർ ആണെങ്കിൽ ചെക്ക് ഓൺ ഡെലിവറി ഇങ്ങനെയാണെങ്കിൽ ഒരു സമയത്ത് ചിലപ്പോൾ നമ്മൾ റിസ്ക് എടുക്കേണ്ടി വരും. ബിസിനസ് ആകുമ്പോൾ ഫസ്റ്റ് റിസ്ക് എടുക്കേണ്ടി വരും. പുതിയ ഒരു ബയ്യർക്ക് നമ്മൾ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു പേയ്മെന്റ് സ്ലിപ്പ് അയച്ചു തന്നിട്ടുണ്ട്, നമ്മൾക്ക് അത്രയും പെട്ടെന്ന് സെല് ചെയ്യണം പറയണമെന്നുള്ളൊരു സിറ്റുവേഷനിൽ ചിലപ്പോൾ ഇത് ജെനുവിൻ റീസൺ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ട്രാൻസ്പോർട്ടറിനെ വിടാം. ഒരു പാർട്ട് ലോഡ് ആണെങ്കിൽ മാത്രമാണ് ഞാൻ പറയുന്നത്. ഉദാഹരണത്തിന് VRL എടുക്കുക. VRL COD സർവീസ് ഉണ്ട്. അവരെ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ഷിപ്മെന്റ് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ അക്കൗണ്ടിൽ പേയ്മെന്റ് റിഫ്ലക്ട് ചെയ്തില്ലെങ്കിൽ ഗുഡ്സ് തിരിച്ചു വിളിക്കുക. അറ്റ്ലീസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ്റെ ബിസിനസ് അപ്പോൾ ആ പണമല്ലേ പോകുന്നുള്ളൂ. പേയ്മെന്റ് കമ്മിങ് ടുമോറോ, സെർവർ ഇഷ്യൂ, ഫോൺ ഓഫ്, അങ്ങനെ പോകുന്നു. അവസാന ഘട്ടത്തിൽ എന്താ സംഭവിക്കാന്ന് പറയുമ്പോൾ നിങ്ങൾ COD ഇല്ലാണ്ട് ഡയറക്റ്റ് ഒരു ഫുൾ ലോഡ് ആയിരിക്കും അല്ലെങ്കിൽ പാർട്ട് ലോഡ് ആയിരിക്കും, നിങ്ങൾ ഡെലിവറി കൊടുത്തു കഴിഞ്ഞാൽ പറയും ആ പേയ്മെന്റ് കമ്മിങ് ടുമോറോ ഞങ്ങളുടെ അക്കൗണ്ടിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് അവിടെ ബാങ്ക് എന്ന് പറയുന്നത് നാളെ ഉള്ളിൽ ക്രെഡിറ്റ് ആകും, നാളെ ഇവിടെ നിന്ന് ഡിസ്പേഴ്സ് ആകും, വേറെ വെരിഫിക്കേഷൻ ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ ലൈസൻസിന്റെ ഇഷ്യൂ ആണ്, KYC ഒന്നും കുതിരാതൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. പേയ്മെന്റ് ഒന്നും വരുന്നുണ്ടാവില്ല. പിന്നെ പറയും സെർവർ ഇഷ്യൂ ആണെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഫോൺ ഓഫ്, പിന്നെ ഒരു ആൻസർ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഗുഡ്സും പോയി, എല്ലാം പോയി. നമ്മുടെ അടുത്ത് ഒരു പേപ്പർ വർക്കും ഇല്ല, ഒന്നുമില്ല. എങ്ങനെയാണ് ഇതിൽ പെടുന്നതെന്ന് ഓരോന്നേരമായിട്ട് നോക്കാം. ഒന്ന് ഒരു പ്രൊഫഷണൽ ലാംഗ്വേജ് ആയിരിക്കും, കമ്പനി നെയിം മെൻഷൻ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും, ഫീൽ കംപ്ലീറ്റ്ലി ലെജിറ്റിമേറ്റ്. ഇതേ കമ്പനിയിൽ തന്നെയാണോ നമ്മൾക്ക്
വന്നിട്ടുള്ളത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ട ഒരു ബാധ്യതയുണ്ട്. ഇപ്പോൾ EBC ട്രേഡേഴ്സ് മുംബൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയിൽ നിന്നാണ് നമ്മൾക്ക് ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഉള്ള രേഖ എന്നാണ് ഒരു ഫോർ എക്സാമ്പിൾ രേഖ എന്നുള്ള ഒരു ലേഡിയാണ് നമ്മൾ വിളിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ ഈ നമ്പറിൽ ലാൻഡ് ലൈനിൽ വിളിച്ചു ചോദിക്കുക. എന്നിട്ട് രേഖയിലേക്ക് കണക്ട് ചെയ്യാൻ പറയാം. ഇല്ല രേഖ എന്ന് പറഞ്ഞിട്ട് ഒരു ലേഡി വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അപ്പോൾ നമ്മൾ അലാമിങ് ആണ്. അലാമത്തെന്ന് പറഞ്ഞ് രേഖനെ വിളിച്ച് ചോദിച്ച് രേഖനയ്ക്ക് കണക്ട് ചെയ്ത് അങ്ങനെയുണ്ടെങ്കിൽ അവിടെ ആ കമ്പനി ഒന്ന് എക്സിസ്റ്റിംഗ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യമായി. ഫിയർ ഓഫ് ലോസിങ് ദ ഡീൽ ഈസ് ട്രിഗർഡ്. എപ്പോഴും ഇതാണ് സംഭവിക്കുന്നത്. നമ്മൾ ഫിയർ ഓഫ് ലോസിങ് ബിസിനസ് ഉണ്ടല്ലോ, ആ നമ്മളുടെ പ്രഷർ. ഒരു പുതിയൊരു ക്ലയൻറ്റിന്, ഒരു വലിയ ക്ലയൻറ്റിനെ കിട്ടുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ഇതാണ്. എസ്പെഷ്യലി പെട്ടെന്ന് ഒരു 20 ഫുട്ട് കണ്ടെയ്നർ ഒരു 4 ദിവസം കൊണ്ട് ലോഡ് ചെയ്യണം, 5 ദിവസം കൊണ്ട് ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു കസ്റ്റമർ വരുമ്പോൾ വെരിഫിക്കേഷൻ സ്റ്റെപ്പ് സ്റ്റാർട്ട് ഗെറ്റിംഗ് സ്കിപ്ഡ്. ഈ എമർജൻസിയിൽ വെരിഫിക്കേഷൻ സ്റ്റെപ്പ് നമ്മൾ നോക്കില്ല. വെബ്സൈറ്റ് ക്രിയേറ്റഡ് 4 days ago, LinkedIn 12 followers only, GST copied from another film. GST തന്നിട്ടുണ്ടാവും, പക്ഷെ അത് നമ്മൾ GST വെബ്സൈറ്റിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ GSTയിലുള്ള കമ്പനി നെയിമും ഇവർ തന്ന കമ്പനി നെയിമും വേറെ വേറെ ആയിരിക്കും. അവിടെ അങ്ങനെ ഒരു പ്രശ്നം കിടക്കുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് ദ എക്സൈറ്റ്മെന്റ് ഓഫ് എ ബിഗ് ഓർഡർ നമ്മൾ എപ്പോഴും കുരുക്കിൽ കൊണ്ടുവച്ചാണ്. നോ സൈൻഡ് അഗ്രിമെന്റ്, നോ ബയർ ID, നോ ലീഗൽ ഡോക്യുമെന്റ്സ്, ഒന്നുമില്ല. ഫുൾ ഇൻവെന്ററി ലോസ്റ്റ്. എവറി ന്യൂ ബയർ ഈസ് അൺപ്രൂവൺ അൺടിൽ ദേ പേ. എപ്പോഴും ഒരു പുതിയ ബയർ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അവർ ലെജിറ്റിമേറ്റ് അല്ല എന്ന് നമ്മൾ സ്വയം തന്നെ നമ്മൾ വിശ്വസിക്കണം. അൺടിൽ ദേ പേ. പേയ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് നമ്മളുടെ കസ്റ്റമർ ആവുന്നുള്ളൂ. അതുവരെ അത് എൻക്വയറി തന്നെയാണ്. അൺടിൽ കസ്റ്റമർ നമ്മൾക്ക് പർച്ചേസ് ഓർഡർ അയച്ച് തന്നാലും അല്ലെങ്കിൽ ഇമെയിൽ കൺഫർമേഷൻ തന്നാലും വാട്സപ്പ് കൺഫർമേഷൻ തന്നാലും അതൊന്നും കസ്റ്റമേഴ്സ് അല്ല, സ്റ്റിൽ എൻക്വയറി തന്നെയാണ്. പേയ്മെന്റ് എപ്പോഴും റിഫ്ലക്റ്റ് ചെയ്യുന്നു ആ സമയം മുതലാണ് എൻക്വയറി കസ്റ്റമറായി മാറുന്നത്. പ്രൊഫഷണൽ ലാംഗ്വേജ് ഈസ് നോട്ട് പേയ്മെന്റ്. വെരിഫൈ ഫസ്റ്റ്, ഷിപ്പ് സെക്കൻഡ്. ആദ്യം വെരിഫിക്കേഷൻ, എന്നിട്ട് ഷിപ്മെന്റ്. ദ ഫേക്ക് പേയ്മെന്റ് സ്ക്രീൻഷോട്ട്, ഇത് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞതാണ്. ഇത് വളരെ ഈസി ആയിട്ടാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്മാൾ സ്കെയിൽ ബിസിനസ്സുകൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് ഈ ഫേക്ക് പേയ്മെന്റ് സ്ക്രീൻഷോട്ട് ഉണ്ടോ. ഒന്ന് ബാങ്ക് ലോൺ ഉണ്ടാവും, ട്രാൻസാക്ഷൻ ID ഉണ്ടാകും, എക്സാക്ട് എമൗണ്ട് ഉണ്ടാവും, ഡേറ്റ് പക്കയായിരിക്കും, അക്കൗണ്ട് നമ്പർ നിങ്ങളുണ്ടാവും, എല്ലാം കറക്റ്റ് ആയിരിക്കും, പേയ്മെന്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഇതും ഉണ്ടാവും, ഗ്രീൻ ടിക്കും ഉണ്ടാവും. ഇതൊന്നും ഒരു പേയ്മെന്റ് പ്രൂഫ് അല്ല. ജസ്റ്റ് പേയ്മെന്റ് പ്രൂഫ് എന്ന് പറയാം നമുക്ക്, പക്ഷെ പേയ്മെന്റ് ഗ്യാരണ്ടി അല്ല. പേയ്മെന്റ് അൺടിൽ ഇറ്റ് റിഫ്ലക്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ബാങ്ക് ലോഗോ ഗൂഗിളിൽ നിന്ന് ഒറ്റ പോയി കഴിഞ്ഞാൽ കോപ്പി ചെയ്യാം. ഇതൊന്നും വലിയ സംഭവമല്ല. ഒരു ട്രാൻസാക്ഷൻ ID 12 ഡിജിറ്റ് നമ്പർ റാൻഡം ആയിട്ട് ഇടാം. എക്സാക്ട് എമൗണ്ട് ഇത് നമുക്ക് ടൈപ്പ് ചെയ്തിടാം, ഡേറ്റ് ടൈപ്പ് ചെയ്തിടാം, അക്കൗണ്ട് നമ്പറും ടൈപ്പ് ചെയ്തിടാം. പേയ്മെന്റ് സക്സസ്ഫുൾ, അതായത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ദിസ് ടേക്ക് അണ്ടർ 60 സെക്കൻഡ് ടു ക്രിയേറ്റ് എ സ്മാർട്ട് ഫോൺ. ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കാൻ വെറും 1 മിനിറ്റ് മതി. ദ ഓൺലി വാലിഡ് വെരിഫിക്കേഷൻ സ്റ്റെപ്പ്, ചെക്ക് യുവർ ബാങ്ക് SMS. നിങ്ങൾക്ക് ബാങ്കിൻ്റെ SMS വന്നോ പേയ്മെന്റ് ക്രെഡിറ്റ് ആയിട്ട്, ഇല്ലേ ഇതാകണ്ട. അല്ലെങ്കിൽ എന്നിട്ടും ഒരു കസ്റ്റമർ നമ്മൾ പുഷ് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ നെറ്റ് ബാങ്കിങ്ങിൽ ലോഗിൻ ചെയ്ത് നോക്കുക. റിഫ്രഷ് ചെയ്ത അക്കൗണ്ട് മൾട്ടിപ്പിൾ ടൈംസ് ചെയ്ത് നോക്കുക, അതിലും റിഫ്ലക്ട് ചെയ്യുന്നില്ല. ഓപ്പൺ UPI ആപ്പ്, ഇത് GPayയിലാണ് പേയ്മെന്റ് തന്നില്ല, അതിൽ നോക്കുക പേയ്മെന്റ് വന്നിട്ടുണ്ടോ എന്ന്, അതിലും വരുന്നില്ല. സെറ്റപ്പ് 1+ SMS അലർട്ട്, നോ ക്രെഡിറ്റ് SMS, നോ മണി, നോൺ നെഗോഷ്യബിൾ റൂൾ. ഇതൊരു സ്റ്റാൻഡേർഡ് പോളിസി ആക്കി വയ്ക്കുക. പൈസ വന്നില്ലേ സാധനം കൊടുക്കരുത്. കോൾ യുവർ ബാങ്ക്. എന്നിട്ടും 1-ാം ദിവസം കഴിഞ്ഞ് 2-ാമത്തെ ദിവസമായിട്ട് ആദ്യത്തെ ഫണ്ട് ട്രാൻസ്ഫർ ഒരു ക്രെഡിറ്റ് ആകാൻ സമയമെടുക്കും, സ്വാഭാവികമാണ്. ആദ്യത്തെ ഫണ്ട് ട്രാൻസ്ഫർ ക്രെഡിറ്റ് ആവാൻ സമയമെടുക്കും. അതുകൊണ്ട് തന്നെ 2-ാമത്തെ ദിവസം ആവുകയാണെങ്കിൽ ബാങ്കിലേക്ക് വിളിക്കുക, കസ്റ്റമർ കെയറിൽ പറയുക, എന്നിട്ട് ഈ TGS ഡീറ്റെയിൽസിൽ ഞങ്ങൾ പേയ്മെന്റ് വന്നിട്ടില്ല. അപ്പോൾ പറയും ബാങ്കുകാർ പറയും ഇങ്ങനെ ഒരു പേയ്മെന്റ് ഞങ്ങളുടെ സിസ്റ്റത്തിൽ റിഫ്ലക്ട് ചെയ്യണില്ല എന്ന് പറയും. ഞങ്ങളുടെ സൈഡിൽ യാതൊരു ഇഷ്യൂ ഇല്ല.
Gateway payment, wait 24 to 48 hours for bank settlement. The only real proof of payment is your bank account. അതായത് എവിടെയാണെന്ന് അറിയാം ലൂസ് പോയിന്റ്. ഫസ്റ്റ് ടൈം ഒരു ട്രാൻസാക്ഷൻ പുതിയ ഒരു ബയർ അയക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ബാങ്ക് ടൈം എടുക്കും എന്നുള്ള ഒരു വീക്ക് പോയിന്റ് ഉണ്ടല്ലോ. ആ വീക്ക് പോയിന്റാണ് സ്കാമറുടെ കളി നടക്കുന്നത്. എന്ത് തരം പ്രൂഫ് ഓഫ് പേയ്മെന്റ് അയച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഒരു പ്രൂഫ് ഓഫ് പേയ്മെന്റേ ഉള്ളൂ. അത് നിങ്ങളുടെ ബാങ്കിൽ നിന്ന് മണി നിങ്ങളുടെ അക്കൗണ്ടിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. നെറ്റ് ബാങ്കിങ് ലോഗിൻ ചെയ്ത് നോക്കുക എന്നുള്ളത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പക്ഷേ വലിയ കമ്പനിയും അല്ല ചെറിയ കമ്പനിയും അല്ല, ഒരു 10, 30, 40 ഉള്ളവരാണെങ്കിൽ ഓണർക്ക് നെറ്റ് ബാങ്കിങ്ങിൻ്റെ യൂസർ ID പാസ്വേഡ് അക്കൗണ്ടന്റിന് കൊടുക്കുന്നത് ചിലപ്പോൾ പ്രാക്ടിക്കൽ ആയിരിക്കില്ല, അല്ലെങ്കിൽ അതിന് മാത്രം ട്രസ്റ്റബിളും ആയിരിക്കില്ല. അങ്ങനത്തുള്ള സമയത്ത് ഓണർ എപ്പോഴും അവൈലബിളും ആയിരിക്കില്ല. അങ്ങനെയുള്ള സമയത്ത് ഓണർ എപ്പോഴും അവൈലബിളും ആയിരിക്കില്ല. ആ സമയത്ത് എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പോളിസി ഉണ്ടാക്കണം. ഇങ്ങനെയുള്ള സമയത്ത് ഓണറെ വിളിച്ച് ഓണർ പേഴ്സണലി ലോഗിൻ ചെയ്ത് കൺഫേം ചെയ്താൽ മാത്രമേ ഷിപ്മെൻറ്റ് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ, ഗുഡ്സ് റിലീസ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. സ്കാം മൂന്നാമത്തത്. നാലാമത്തത് ചാർജ് ബാക്ക് ആൻഡ് ഓവർ പേയ്മെൻറ്റ് ട്രാപ്സ്. ഇത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സ്കാം ടൈപ്പുകളാണ് ഞാനിതിൽ മെൻഷൻ ചെയ്യുന്നത്. Two sophisticated scams that weaponize legitimate payment system against sellers. എപ്പോഴും ലെജിറ്റിമേറ്റ് എന്താണ് ബയറിനെ കൂടെ നമ്മൾ സംശയിക്കുന്ന തരത്തിലുള്ള ഒരു സിറ്റുവേഷനാണ്. ഒന്ന്, ചാർജ് ബാക്ക് റിവേഴ്സൽ. ബയർ പേസ് വയ ക്രെഡിറ്റ് കാർഡ് ഓൺ പേയ്മെന്റ് ഗേറ്റ്വേ. നമ്മളുടെ വെബ്സൈറ്റ് എപ്പോഴും വെബ്സൈറ്റ് വഴി, ഇ കൊമേഴ്സ് വെബ്സൈറ്റ് വഴി നമ്മൾ സിസ്റ്റം സെല് ചെയ്യുന്നവർക്ക് എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണിത്. സാധനം വാങ്ങിച്ചു, ഫസ്റ്റ് സ്റ്റെപ്പ് സെല്ലർ ഡെലിവർ ദ ഗുഡ്സ് നമ്മൾ ഡെലിവർ ചെയ്തു, എവറിത്തിങ് സീംസ് നോർമൽ, ബയർ കോൺടാക്ട്സ് ദ ബാങ്ക്, ഐറ്റം നോട്ട് റിസീവ്ഡ്, ഇറ്റ്സ് എ ഫ്രോഡ്. എസ്പെഷ്യലി ചെറിയ ഇ കൊമേഴ്സ് വെബ്സൈറ്റുകൾക്ക് അനുഭവിക്കുന്ന പ്രശ്നമാണ്. സാധനം വാങ്ങിച്ചും റിസീവ് ആക്കും, അതിനുശേഷം അവരവരുടെ ബാങ്കിൽ വിളിച്ച് പറയും അങ്ങനെ ഒരു ഐറ്റം റിസീവ് ആയിട്ടില്ല, ഇത് ഫ്രോഡാണ്, എനിക്ക് റിവേഴ്സൽ വേണമെന്ന് പറയും. പൈസ പോയി. ബാങ്ക് റിവേഴ്സ് പേയ്മെന്റ് ഓട്ടോമാറ്റിക്കലി, നോ ക്വസ്റ്റ്യൻ. നമ്മളുടെ അടുത്തൊന്നും ചോദിക്കുകയില്ല. ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഒരു കാരണവശാലും ബാങ്ക് നമ്മളുടെ അടുത്ത് ഇതിന്റെ ലെജിറ്റിമസി അന്വേഷിക്കാൻ നിൽക്കില്ല. അവർ വിചാരിക്കുന്നത്, അവരെപ്പോഴും ട്രസ്റ്റ് ചെയ്യുന്നത് അവരെ കസ്റ്റമറാണ്. ഇത് എനിക്ക് നേരിട്ട് അനുഭവമുള്ള കാര്യമാണ്. സെല്ലർ ലോസസ് ബോത്ത് ഗുഡ്സ് ആൻഡ് ദ ഫുൾ പേയ്മെന്റ്. സാധനവും പോയി, 2500 രൂപ സാധനമാണെങ്കിൽ 2500 രൂപ സാധനവും പോയി, പേയ്മെന്റ് പോയി, ഒന്നുമില്ല, സാധനം പോയി കിട്ടി. റെഡ് ഫ്ലാഗ് എന്തൊക്കെയാണെന്ന് പറയാം. ഹൈ വാല്യൂ ഫസ്റ്റ് ഓർഡർ ഫ്രം അൺനോൺ ബയർ. ഒന്ന്, ബയർ റെഫ്യൂസ് ടു സൈൻ ഡെലിവറി റെസിപ്റ്റ്. ഡെലിവറി റെസിപ്റ്റ് സൈൻ ചെയ്യുന്നില്ല. ഇൻസിസ്റ്റ് ഓൺ കാർഡ് ഓൺലി, അവോയ്ഡ് ബാങ്ക് ട്രാൻസ്ഫർ. ബാങ്ക് ട്രാൻസ്ഫർ അവോയ്ഡ് ചെയ്യുന്നു, കാർഡ് ഓൺലി ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷനിലേക്ക് പോകാം. സ്കാം 4, ഓവർ പേയ്മെന്റ് റീഫണ്ട്. ഐ ആക്സിഡന്റലി പേ 25,000 എക്സ്ട്രാ, സോ സോറി. നമ്മളുടെ ബാർഗെയിൻ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ വരുന്നു, അക്കൗണ്ടിൽ പേയ്മെന്റ് റിഫ്ലക്റ്റ് ആവുന്നു, 50,000 ആണെങ്കിൽ 75,000 ഇട്ട് തരും. എന്നിട്ട് ബയർ വളരെ അപ്പോളജിക്കറ്റ്, എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി, ഞാൻ കൂടുതൽ പൈസ കിട്ടും, പ്ലീസ് റീഫണ്ട് ഇമ്മീഡിയറ്റ്ലി, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്, അർജൻസി ക്രിയേറ്റഡ്, സെല്ലർ വാണ്ട് ടു സീം ഹോണസ്റ്റ്. സ്വാഭാവികമായിട്ട് സെല്ലർ ഹോണസ്റ്റ് ആണെങ്കിൽ എക്സ്ട്രാ എമൗണ്ട് അല്ലേ, അത് ഓക്കെ ഞാൻ റീഫണ്ട് കൊടുക്കാന്ന് പറഞ്ഞു സെല്ലർ എക്സ്ട്രാ എമൗണ്ട് റീഫണ്ട് കൊടുക്കുന്നു. സെല്ലർ ആക്ട് ക്വിക്ക്ലി ടു പ്രൊട്ടക്ട് ദെയർ റെപ്യൂട്ടേഷൻ. കാരണം നമ്മളുടെ റെപ്യൂട്ടേഷനാണ് ഫസ്റ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എക്സ്ട്രാ മണി റീഫണ്ട് കൊടുക്കണം. ഒരു കസ്റ്റമർ വിൻ ചെയ്യുന്നതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഒറിജിനൽ പേയ്മെന്റ് ബൗൺസസ് ആഫ്റ്റർ 2 days ലേറ്റർ. 2 ദിവസം കഴിയുമ്പോൾ ഒറിജിനൽ പേയ്മെന്റ് ഉണ്ടല്ലോ അത് ബൗൺസ് ആകും. ചെക്ക് കാർഡ് ഗേറ്റ്വേ പേയ്മെന്റ് റിവേഴ്സ് ക്ലെയിംലി.
seller has now paid 25,000 with nothing in. Full loss of zero, legal try to follow. സാധനം ഡെലിവറി ചെയ്തിട്ടില്ലെങ്കിൽ ഇതാണ് ഓപ്ഷൻസ്. നമ്മളുടെ പേയ്മെൻറ്റ് ഡെലിവറി ചെയ്യുന്നതിന് മുമ്പ് 25,000 നഷ്ടപ്പെട്ടു. ഡെലിവറി കൊടുത്തിട്ടുണ്ടെങ്കിൽ 25,000 നഷ്ടപ്പെട്ടു, സാധനവും നഷ്ടപ്പെട്ടു. ഇത് എപ്പോഴും യൂഷ്വലി എപ്പോഴും ഹാപ്പൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റോളൻ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഡാർക്ക് നെറ്റിൽ കിട്ടും. ആ ഡാർക്ക് നെറ്റിൽ കിട്ടിയ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ പർച്ചേസ് ചെയ്യും. പർച്ചേസ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് വിഡ്രോവൽ എടുക്കും. സം ടൈം ഈവൻ ഡെലിവറി എടുക്കും, മറ്റേ സാധനം ഡെലിവറി എടുക്കും. അപ്പോൾ ഈ ഓവർ പേയ്മെൻറ്റ് ക്ലെയിം എപ്പോഴും ഡേഞ്ചറസ് ആണ്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ കസ്റ്റമർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ടേക്ക് ടൈം, ബൈ മോർ ടൈം. അവരുടെ അടുത്ത് സമയം കൂടുതൽ വാങ്ങിക്കും. ഒരു 2-3 ദിവസം കൂടുതൽ വാങ്ങിക്കുക. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത്, അതിന് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാക്കുക. ഇങ്ങനെ ഒന്ന് റിഫ്ലക്ട് ചെയ്ത് ഞങ്ങൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വേണം, അല്ലെങ്കിൽ MD അപ്രൂവൽ വേണം, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടോ 2-3 ദിവസം കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും ഇയാൾ ജെനുവിൻ ആണോ അല്ലയോ എന്നുള്ളത്. ഓവർ പേയ്മെൻറ്റ് ക്ലെയിം വെരിഫൈ ഫസ്റ്റ് ട്രാൻസാക്ഷൻ. എപ്പോഴും ഫസ്റ്റ് ട്രാൻസാക്ഷനിലാണ് ഈ ഓവർ പേയ്മെൻറ്റ് ക്ലെയിം വരുന്നതെങ്കിൽ നിങ്ങൾ അലേർട്ട് ആവുക, ഇത് പണി കിട്ടും. എക്സ്ട്രീം അർജൻസി ടു റീഫണ്ട് വിത്തിൻ 2 hours. പെട്ടെന്ന് വിളിച്ചുകൊണ്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇപ്പം തരണം എന്ന് പറഞ്ഞിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അലേർട്ട് ആവുക. കൺഫ്യൂസിങ് മൾട്ടി പേയ്മെൻറ്റ് ട്രയൽസ് ആൻഡ് എക്സ്ക്യൂസസ്. നമ്മൾക്ക് ഒരുപാട് സ്ക്രീൻഷോട്ടുകൾ അയച്ചുതരും, മൾട്ടി പേയ്മെൻറ്റ് ട്രയൽസ് അയച്ചുതരും, ഒക്കെ ചെയ്തു തരും. നമ്മളെ കൺഫ്യൂസ് ആക്കിക്കൊണ്ടിരിക്കും. ലേഡീസ് ആണെങ്കിൽ കരയാനും ചാൻസ് ഉണ്ട്. ലേഡീസ് ആണെങ്കിൽ ചിലർ കരയാനും ചാൻസ് ഉണ്ട്. ഡിഫൻസ് നെവർ റീഫണ്ട് അൺടിൽ പേയ്മെൻറ്റ് ഫുള്ളി സെറ്റിൽ ഇൻ യുവർ അക്കൗണ്ട്. നിങ്ങളുടെ അക്കൗണ്ടിൽ പൂർണ്ണമായിട്ടും സെറ്റിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ പേയ്മെൻറ്റ് കൊടുക്കരുത്. നിങ്ങൾ എസ്പെഷ്യലി പേപ്പാൽ വഴിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 6 ദിവസം 7 ദിവസമൊക്കെ എടുക്കും ഫോറിൻ ട്രാൻസ്ഫർ നിങ്ങളുടെ അക്കൗണ്ടിലെത്താൻ. ഇമ്പോർട്ടിനാണെന്നുണ്ടെങ്കിൽ വില, എക്സ്പോർട്ടിനാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഫുൾ ട്രാൻസ്ഫർ നിങ്ങൾ കൊടുക്കരുത്. നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ പേയ്മെൻറ്റ് റിഫ്ലക്റ്റ് ആയതിനു ശേഷം മാത്രമേ നിങ്ങൾ ഫണ്ട് ട്രാൻസ്ഫർ കൊടുക്കുള്ളൂ. ഇത് ആഫ്രിക്കൻ ഗ്യാങ്ങിൻ്റെ ഒരു സ്ഥിരം ഒരു ടെക്നിക്കാണിത്. അക്കൗണ്ടിൽ മണി റിഫ്ലക്റ്റ് ആയാൽ മാത്രമേ റീഫണ്ട് കൊടുക്കാവൂ. 5ാമത്തെ ഒരു തരം സ്കാമുകൾ, ഫേക്ക് ഡിസ്ട്രിബ്യൂട്ടർ ഡീലർഷിപ്പ് സ്കാം. എപ്പോഴും പുതിയൊരാൾ ബിസിനസ് തുടങ്ങാൻ പോകുമ്പോൾ നമ്മൾ വലുതാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഒരു ബിഗർ ഡ്രീം, ബിഗർ ബൈറ്റ്, ഇത് നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മളൊരു ഡീലർഷിപ്പ് എടുക്കുക വലിയ നോൺ കമ്പനീൻ്റെ. അതാണ് ഏറ്റവും ഈസി. കാരണം പുതിയൊരു കമ്പനി നമ്മൾ തുടങ്ങി അഡ്വർടൈസ് ചെയ്ത് അതിനെ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ വലിയ പാടാണ്. വാട്ട് ദേ പ്രോമിസ്, എക്സ്ക്ലൂസീവ് ഡിസ്ട്രിബ്യൂട്ടർ റൈറ്റ് ഫോർ എൻറ്റയർ ഡിസ്ട്രിക്ട്സ്. നിങ്ങളുടെ ജില്ലയിൽ മൊത്തം എക്സ്ക്ലൂസീവ് ഡിസ്ട്രിബ്യൂഷൻ തരാം. ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ചെറിയ പൈസയായിരിക്കും. പ്രോഡക്റ്റ് 10 രൂപേൻ്റെ പ്രോഡക്റ്റിന് 7 രൂപയായിരിക്കും. ഹൈ മാർജിൻ, 40 to 60% guaranteed margin, all product line. കമ്പനി എസ്റ്റാബ്ലിഷ് 2010 എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവർ അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാകും. 200+ ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടർ, 50,000 സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, അതും റീഫണ്ടബിൾ ആണ്. ഫുൾ ട്രെയിനിങ്, സെയിൽസ് സപ്പോർട്ട് എല്ലാം കൊടുത്തറിഞ്ഞാൽ ഞങ്ങൾ തന്നെ അഡ്വർടൈസ്മെൻറ്റ് തരും. നിങ്ങൾ വിറ്റാൽ മാത്രം മതി. മീറ്റ് ഓർ എക്സിസ്റ്റിംഗ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആസ് എ റെഫറൻസ്. ഇവരെപ്പോഴും തരുന്ന ഈ ഡിസ്ട്രിബ്യൂട്ടർ നമ്പർമാർ, എക്സിസ്റ്റിംഗ് നമ്പർമാർ തരുന്നത് മിക്കവാറും ഫ്രോഡായിരിക്കും. അതിൽ 1-2 പേര് മാത്രമേ അവർ ഫോൺ ആക്റ്റീവ് ചെയ്യുള്ളൂ. അതും വാട്സപ്പിൽ മാത്രമേ റെസ്പോണ്ട് ചെയ്യുള്ളൂ. അതിന് പല റീസണും അവർ പറയും. ഞങ്ങളിപ്പോൾ ഇന്ത്യയിലില്ല, ഞങ്ങൾ പുറത്താണ്, സെയിൽസ് ട്രിപ്പാണ്, അങ്ങനെയാണ് എന്നൊക്കെ പറയും. വാട്ട് ആക്ച്വലി ഹാപ്പൻസ്, എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നോ എക്സ്ക്ലൂസീവ് എഗ്രിമെൻറ്റ് എവർ പ്രൊവൈഡിങ് ഇൻ വേൾഡ്. ഞങ്ങളുടെ ജില്ലയിൽ ഒരു വർഷം 2-3 പേരുടെ ഇതേമാതിരി പേയ്മെൻറ്റ് കളക്ട് ചെയ്തിട്ടുണ്ടാവും. പ്രോഡക്റ്റ് നെവർ ഡെലിവേർഡ് വൺസ് ഡെപ്പോസിറ്റ് ഹാസ് ബീൻ പെയ്ഡ്. 50,000 ഡെപ്പോസിറ്റ് കൊടുത്തു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇൻവോയ്സ് അഗൈൻസ്റ്റ് ആയിട്ടുള്ള എമൗണ്ട് സെറ്റിൽ ചെയ്തു. ഇൻവോയ്സും ഇല്ല, ഇൻവോയ്സ് എമൗണ്ടും ഇല്ല, മറ്റേ ഇൻവോയ്സ് എമൗണ്ടും ഇല്ല, ഇതുമില്ല, എന്ത് ഗുഡ്സും ഇല്ല. കമ്പനി രജിസ്റ്റേർഡ് 6 weeks ago, നോ വെരിഫയബിൾ ഹിസ്റ്ററി. കമ്പനി വെറും 6
ആഴ്ച മുമ്പായിരിക്കും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക. ഡെപ്പോസിറ്റ് ഗോൺ, കമ്പനി ഫോൺ സ്വിച്ച് ഓഫ് ഫോർ പെർമനൻ്റ്ലി ആഫ്റ്റർ പേയ്മെൻറ്റ്, കോൾ ഡൈവേർട്ടഡ്, ഇമെയിൽ ബൗൺസ് ഫോർ എവർ. റെഫറൻസസ് ആർ പെയ്ഡ് ആൻഡ് അക്കംപ്ലീസ് വാച്ച് ഫോർ സ്കാമർ. ഈസി മണി. പക്ഷെ ഇങ്ങനെയുള്ള ഈ ട്രാപ്പിൽ നമ്മൾ വീണുമ്പോൾ നല്ല സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഒരു വലിയൊരു കമ്പനി ഡീലർഷിപ്പ് എടുത്തു എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് ഓഫീസറുടെ അടുത്ത് എല്ലാം ചെയ്തിട്ട് പെട്ടെന്ന് ഇതൊരു സ്കാമാണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ശരിക്കും നമുക്ക് ചങ്ക് തകർന്നു പോകും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. നിങ്ങൾ ഇതേപോലെ ഏതെങ്കിലും സ്കാമിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാം. Any dealership that requires upfront fees before you see, touch or test the product is not a dealership, it's a scam. Over the email അല്ലെങ്കിൽ ഓവർ ദ വാട്സപ്പ് എന്ന് മാത്രം കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ട് ബോംബെയിലുള്ളൊരു കമ്പനി, അവിടുത്തെ കമ്പനി എന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആ കമ്പനിയുടെ ഫിസിക്കൽ അഡ്രസ്സിൽ ചെന്ന് ചെല്ലുക. എന്നിട്ട് നിങ്ങൾ പ്രൊഡക്റ്റുകൾ നോക്കുക, വെയർ ഹൗസ് കാണിച്ചു തരാൻ പറയുക. അപ്പുറം ഇപ്പുറമുള്ള ആളുകളുടെ അടുത്ത് നിങ്ങൾ അന്വേഷിക്കുക, ഇവർ എത്ര വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അതും ഇവർ പറയുന്ന ഡീറ്റെയിൽസുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു ബാധ്യത നിങ്ങൾക്കുണ്ട്. ഓക്കെ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് സൈക്കോളജി. എന്തൊക്കെയാണ് ഇങ്ങനെ സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്യാനുള്ള സൈക്കോളജിക്കൽ മൂവ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. അണ്ടർസ്റ്റാൻഡിങ് ദീസ് ട്രാപ്സ് ഈസ് വാട്ട് സെപ്പറേറ്റ് ബിസിനസ് ദാറ്റ് സർവൈവ് from those that being victims. ഒന്ന്, ഫിയർ ഓഫ് ലോസിങ് കസ്റ്റമേഴ്സ്. നമ്മൾ കസ്റ്റമർ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തിലുള്ള അവർ പറയും ഞങ്ങൾ 3-4 സപ്ലയറുണ്ട് സംസാരിച്ചു, ആരാണ് ഫസ്റ്റ് കൺഫേം ചെയ്യുന്നത് അവർക്ക് ഞങ്ങൾ ഓർഡർ കൊടുക്കും. അപ്പോൾ ഇതൊരു ട്രാപ്പാണ്. സെല്ലർ റഷ് ടു കൺഫേം ദാറ്റ് ആൻഡ് ഷിപ്സ് വിതൗട്ട് പേയ്മെൻറ്റ് ടു വിൻ ദ ഡീൽ. പ്രഷർ ടു ഡെലിവർ ഫാസ്റ്റ് ഓർ എം ഡി നീഡ് ദിസ് ഫോർ എ ബോർഡ് മീറ്റിംഗ് ടുമോറോ, ക്യാൻ യു ഡെലിവർ ടു നൈറ്റ്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ടൈം ലൈനിൽ ഒരു പ്രഷർ, ഇത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഒരു എക്സിബിഷനിൽ ഇതാക്കേണ്ടതാണ്, അങ്ങനെ ഇങ്ങനെ പലതും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു വലിയ കസ്റ്റമർക്ക് സാമ്പിൾ അയച്ചു കൊടുക്കുന്നതിന് മുമ്പ് അങ്ങനെ എന്തെങ്കിലും പറയും, ഞങ്ങൾ സാമ്പിൾ അയച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് ഒരു എമർജൻസി സിറ്റുവേഷൻ അവർ ക്രിയേറ്റ് ചെയ്യും. ഇതിന് ഒരൊറ്റ ആൻറ്റിഡോട്ടുള്ളൂ, സ്പീഡ് ഈസ് എ റെഡ് ഫ്ലാഗ്. ലെജിറ്റിമേറ്റ് ബിസിനസ് അണ്ടർസ്റ്റാൻഡ് ദ സ്റ്റാൻഡേർഡ് പേയ്മെൻറ്റ് സൈക്കിൾ. ലെജിറ്റിമേറ്റ് ബിസിനസ് ആണെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു സ്റ്റാൻഡേർഡ് പോളിസി അനുസരിച്ച് ബാങ്കിൽ മണി റിഫ്ലക്റ്റ് ചെയ്യുന്നവരെ അവർക്ക് കാത്തിരിക്കാൻ പറ്റും. ഇവർ ഷൗട്ട് ചെയ്യും, ഒക്കെ ചെയ്യും കേട്ടോ, ഷൗട്ട് ചെയ്യും, എല്ലാം ചെയ്യാൻ ചാൻസ് ഉണ്ട്. അവർ വളരെ ആധികാരികമായിട്ട് ഓർഡർ കിട്ടുന്നത് പോലെ സംസാരിക്കുകയും ഇനി നിങ്ങളുമായിട്ട് ഞങ്ങൾ ഒരിക്കലും ഡീൽ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇതാകും, എൻ്റെ ഭാഗത്തുള്ളൊരു മിസ്റ്റേക്കാണ് നിങ്ങളുമായിട്ട് ഡീൽ ചെയ്തതെന്നൊക്കെ അങ്ങനെ പല സൈക്കോളജിക്കൽ സിറ്റുവേഷൻ ഉണ്ടാക്കും. മൈൻഡ് ഹാക്കിംഗ് എന്ന് പറയില്ലേ, അത് ചെയ്യാൻ അവർ ശ്രമിക്കും. അതിലൊരിക്കലും വീണ് പോകരുത്. എക്സൈറ്റ്മെൻറ്റ് ഓഫ് എ ബിഗ് ഓർഡർ, അത് എപ്പോഴും ട്രാപ്പ് ചെയ്യണം. നമ്മൾക്ക് ഒരു 20 feet കണ്ടെയ്നറോ ഒരു ഫുഡ് ഒരു ചിപ്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിക്ക് ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ നമ്മൾ 1 മാസം പണിയെടുത്താൽ കിട്ടാവുന്ന റവന്യൂ ഒരു ഓർഡറിൽ തന്നെ കിട്ടുക എന്ന് പറയുന്നത് ദാറ്റ്സ് എ ബിഗ് തിങ്. ബിഗ് കമ്പനി, ബിഗ് ഡീൽ. ഇമോഷണൽ എക്സൈറ്റ്മെന്റ് ആക്ടിവേറ്റ്സ് ഗ്രീഡ്, ലോജിക് ആൻഡ് പ്രോസസ് ടേക്ക് എ ബാക്ക് സീറ്റ്. Antidote, only antidote, the bigger the first order from a new buyer and more verification needed, not less. എപ്പോഴൊക്കെ നിങ്ങൾക്ക് പുതിയൊരു ബയറിൻ്റെ അടുത്ത് നിന്ന് വലിയ ഓർഡർ വരുന്നുണ്ടോ, നിങ്ങൾ കൂടുതൽ വിജിലൻ്റ് ആവുക, കുറച്ചില്ലാണ്ടല്ല. അവർ വലിയ കമ്പനിയാണ്, നമ്മളുടെ അടുത്ത് അവർ ചോദിക്കാൻ പറ്റുമോ എന്നുള്ള ആ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ചതിക്കപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. ട്രസ്റ്റ് ഇൻ പ്രൊഫഷണൽ ടോൺ. അവരുടെ ഹൈ ക്വാളിറ്റി ഇംഗ്ലീഷ്, റിട്ടൺ ആണെങ്കിലും വെർബൽ ആണെങ്കിലും ഒരിക്കലും നമ്മളെ അതിലേക്ക് ട്രസ്റ്റിൻ്റെ ഒരു വഴിയിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കരുത്. GST നമ്പർ ഷെയർഡ്, കമ്പനി ഇമെയിൽ, പോളിഷ്ഡ് വെബ്സൈറ്റ്, ഓൾ ലുക്ക് 100% ഒത്തൻറ്റിക് ആയിട്ട് നമുക്ക് തോന്നും. GST നമ്പർ, കമ്പനി ഇമെയിൽ, വെബ്സൈറ്റ് എല്ലാം ഉണ്ട്.
professional appearance is a mistaken for a verified credibility by the seller. Appearance is not a verification. Call the GST number, Google the address yourself. അപ്പിയറൻസ് എന്താണെങ്കിലും അതല്ല, ഐ മീൻ നമ്മൾ പ്രൊഫഷണൽ അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ ഫോണിലും മറ്റേ ഫോണിലുള്ളതാണെങ്കിലും അല്ലെങ്കിൽ വാട്സപ്പിലോ ഇമെയിലിലോ ഉള്ള കമ്മ്യൂണിക്കേഷൻ കൊണ്ട് മാത്രം നിങ്ങൾ ഒരു ബയർ വിലയിരുത്തരുത്. അവരുടെ GST നമ്പർ നിങ്ങൾ ചെക്ക് ചെയ്യണം. അതോടുകൂടി തന്നെ ഗൂഗിളിൽ പോയിട്ട് ഈ കമ്പനിക്ക് ഗൂഗിൾ മൈ ബിസിനസ് പേജ് ഉണ്ടോ നോക്കണം. ഉണ്ടെങ്കിൽ ആ നമ്പറും ഈ വിളിക്കുന്ന നമ്പറും തമ്മിൽ മാച്ചിങ് ഉണ്ടോ നോക്കണം. ഉണ്ടെങ്കിൽ റിവ്യൂസ് അങ്ങനെയൊന്ന് പോയി നോക്കണം. റിവ്യൂസിൽ എല്ലാം ഒന്ന് ഇരുത്തി വായിക്കണമെന്നില്ലാണ്ട് കസ്റ്റമർ കൂടാണ്ട് സെല്ലർ ഇതുണ്ടാവും. ഞങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരാൾ കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വേഗം കൈയെടുത്തോ, ട്രൈ ചെയ്യാനേ നിൽക്കരുത്. ഞങ്ങൾക്ക് ഷിപ്മെൻറ്റ് ഡെലിവറി ചെയ്തു, ഇത്ര 3 മാസമായിട്ട് പേയ്മെൻറ്റ് കിട്ടിയില്ല, 4 മാസമായിട്ട് പേയ്മെൻറ്റ് കിട്ടിയില്ല എന്നുള്ള കംപ്ലയിൻറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം കൈയെടുക്കുക. ആ ഷിപ്മെൻറ്റിൻ്റെ പിറകെ നിങ്ങൾ പോകരുത്, ആ ബിസിനസ്സിന് നിങ്ങൾക്ക് പോകരുത്. നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ രണ്ടാമതൊന്നും മൂന്നാമതൊന്നും ആകും. അതോടുകൂടി തന്നെ ഗൂഗിൾ മൈ ബിസിനസ്സിന് മാത്രമല്ല ഈ കമ്പനി പ്ലസ് ABC ഇൻഡസ്ട്രിയൽസ് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ കസ്റ്റമർ പേര് വെച്ചോ. ABC ഇൻഡസ്ട്രിയൽ കമ്പനി റിവ്യൂ എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ അടിച്ച് നോക്കാം. അപ്പോൾ പല റിവ്യൂ സൈറ്റുകളുണ്ട്. അപ്പോൾ അവിടെ നമ്മൾക്ക് കാണാം. ചിലപ്പോൾ പഴയ സ്റ്റാഫുകൾ ഇട്ട റിവ്യൂ, അല്ലെങ്കിൽ അവരുടെ ബയേഴ്സ് ഇട്ട റിവ്യൂ, അങ്ങനെ പലതരത്തിലുള്ള റിവ്യൂകൾ അതിൽ കാണാം. അതിൽ നല്ല ക്രെഡിബിൾ ആയിട്ടുള്ള റിവ്യൂ ആണെങ്കിൽ കൊടുത്തുവിടുന്നതുകൊണ്ട് ഉപയോഗമില്ല. പക്ഷെ മണി മാറ്റേഴ്സ് അൾട്ടിമേറ്റ്ലി. റിയൽ കേസ് സ്റ്റഡീസ്, ഇത് നടത്തുന്ന ഒരു സംഭവത്തിന് ഒരു ജസ്റ്റ് ഞാൻ പേര് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. ദ ബൾക്ക് ഓർഡർ ദാറ്റ് വൈപ്പ് ഓഫ് ദ സ്റ്റോക്ക്, റിയൽ കമ്പോസിറ്റ് കേസ് ഓഫ് ഇന്ത്യസ് ഹോൾസെയിൽ മാർക്കറ്റ്, എക്സാക്ട് പാറ്റേൺ റിപ്പീറ്റ് ഹൺഡ്രഡ്സ് ഓഫ് ടൈംസ് ഈച്ച് വീക്ക്. ഇതേ പാറ്റേൺ പേര് മാത്രമേ മാറുന്നുള്ളൂ, കഥ അതുപോലെ തന്നെ നിലനിൽക്കും. പേര് മാത്രം മാറുന്നു, ലൊക്കേഷൻ മാറുന്നു, സമയം മാറുന്നു ഉള്ളൂ. ഇത് ഒരു ഡെയിലി പ്രോസസ്സ് ആയതുകൊണ്ട്, സ്കാമർക്ക് ആയതുകൊണ്ട് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ളൂ. അവർക്ക് ടാർഗറ്റ് ഒന്നുമില്ല. എപ്പോഴും അവർ ക്ഷമയോടെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. വലിയ ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് ഇപ്പോൾ സ്കാമിൽ ഇൻവോൾവ് ആവുന്നത്. സ്കാം ഈസ് എ ബിഗ് ബിസിനസ്. ഒരു സുരേഷ് എന്ന് പറഞ്ഞ ആൾ ഹോൾസെയിൽ ഇലക്ട്രോണിക്സിൽ ഇൻവോൾവ് ആണ്, ഹൈദരാബാദിലുള്ള. സ്റ്റോക്ക് വാല്യൂ 8.5 ലക്ഷത്തിൻ്റെ 8.2 ലാക്സിൻ്റെ ഒരു സ്റ്റോക്ക് വാല്യൂ. എക്സ്പീരിയൻസ് 12 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു 3.5 ലക്ഷത്തിനുള്ള ഒരു ഇൻവോയ്സ് എമൗണ്ട് വന്നു. ഫസ്റ്റ്, ടെക്ടൈൽ പ്രൈവറ്റ് ലിമിറ്റഡ് നീഡ്സ് 200 യൂണിറ്റ്സ് അർജന്റ്ലി. ലെറ്റ്സ് എ വാഷിംഗ് മെഷീൻ. അപ്പോൾ ട്രസ്റ്റ് ബിൽറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്? അവർ തന്ന വിസിറ്റിംഗ് കാർഡിൽ പോയിട്ട് വെബ്സൈറ്റ് ചെക്ക് ചെയ്തു. വെബ്സൈറ്റ് ഉണ്ട്, ലുക്സ് വെരി റിയൽ, ജെന്യുവിൻ, പ്രൊഫഷണൽ വെബ്സൈറ്റ്. GST പ്രൊവൈഡ് ചെയ്തു. സ്ക്രീൻഷോട്ട് സെൻഡ്. 3.6 lakh ട്രാൻസ്ഫർ ഇൻ പ്രോസസ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു പേയ്മെന്റ് ഷോട്ട് അയച്ചു തന്നു. ഗുഡ്സ് ഡിസ്പാച്ച്. ഓക്കെ, ക്രെഡിബിൾ കമ്പനിയാണ്. ഡിപ്പെൻഡ് അപ്പോൺ എമർജൻസി ഷിപ്മെന്റ് ഡിസ്പാച്ച് ചെയ്തു. ബാങ്ക് കൺഫേം ചെയ്യുന്നതിന് മുമ്പ് ഡിലേ എക്സ്ക്യൂസ് വിളിക്കുന്ന സമയത്ത് വരെ പറയും പേയ്മെന്റ് ബൈ ഈവനിങ്. ഇന്ന് ഈവനിങ്ങുള്ളിൽ ക്രെഡിറ്റ് ആവും, നാളെ ഉള്ളിൽ ക്രെഡിറ്റ് ആവും. സെർവർ ഇഷ്യൂ ആണെന്നാണ് ഞങ്ങളുടെ ബാങ്ക് പറയുന്നത്. നാളെ തന്നെ നിങ്ങൾക്ക് ക്രെഡിറ്റ് ആകും. വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കും. അതുകൊണ്ട് അവരുടെ കോൺഫിഡൻസ് നമ്മൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ മേലെ കോൺഫിഡൻസ് വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോൺ ഓഫ് ആവും, വെബ്സൈറ്റ് ഡൗൺ, എല്ലാം ഡൗൺ. 3.5 ലക്ഷം രൂപ പോയി കിട്ടി. 3 ലെസൺ ഈ ഒരു കഥയിൽ നിന്ന്, ഞാൻ പറഞ്ഞ കഥയിൽ നിന്ന് ഇത് നമ്മൾക്ക് പഠിക്കാനുള്ളത്. സ്ക്രീൻഷോട്ട് ഈസ് നോട്ട് പേയ്മെൻറ്റ്. ദ ഓൺലി പ്രൂഫ് ഈസ് എ കൺഫേംഡ് ക്രെഡിറ്റ് ഇൻ യുവർ ബാങ്ക് അക്കൗണ്ട്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പണം റിഫ്ലക്റ്റ് ചെയ്താൽ അത് മാത്രമാണ് പ്രൂഫ്. എസ്പെഷ്യലി ഫോർ എ ന്യൂ ബയർ. A professional website, GST number, LinkedIn page can be all faked in one afternoon. ഒരൊറ്റ ഒരു 2-3 മണിക്കൂർ കൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കാവുന്നുള്ളൂ. വെബ്സൈറ്റ് വരെ
വിത്തിൻ 2 or 3 hours ഞാൻ ഉണ്ടാക്കി തരാം നിങ്ങൾക്ക്. ഓക്കെ. 12 years experience did in Protect Suresh. A 3-minute verification food process blog. നമ്മളുടെ കമ്പനിയിൽ ഒരു സ്റ്റാൻഡേർഡ് വെരിഫിക്കേഷൻ പ്രൊസീജിയർ ഉണ്ടാക്കണം, എസ്പെഷ്യലി ഫോർ പുതിയ കസ്റ്റമർ വരുമ്പോൾ. ദ സെല്ലർ സേഫ്റ്റി SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ഇതാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ കമ്പനിയിൽ പുതിയൊരു ബയർ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ നിങ്ങൾ ഉണ്ടാക്കണം. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, MCA ചെക്ക്. അവർ പറയുന്ന കമ്പനിയുടെ ഡീറ്റെയിൽസ് mcaportal.gov.in പോയിട്ട് ചെക്ക് ചെയ്യണം. gst.gov.in പോയിട്ട് GST ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യണം. അവർ തന്ന കമ്പനിയുടെ പേരും ഇത് മിസ്മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ അലർട്ട് ആവണം. സംസാരിക്കാതെ തന്നെ നിൽക്കരുത്. ആ സമയത്ത് ഇതാണ്. അപ്പോൾ പറയണം ഞങ്ങളുടെ MDക്ക് 2 കമ്പനി ഉണ്ട്, ഒരു കമ്പനി ഇന്നതാണ്, ഒരു കമ്പനി വേറെയാണ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഗൂഗിൾ പോയി ചെക്ക് ചെയ്യുക. കമ്പനി നെയിം സ്കാം ഫ്രോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ചു കൊടുത്തോ എന്തെങ്കിലും റിപ്പോർട്ട് ഉണ്ടെങ്കിൽ, ചിലപ്പോൾ മിക്കവാറും ഫേസ്ബുക്കാണ് ഇവരിൻ്റെ ഹെവൻ. ഫേസ്ബുക്കിൽ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ കൈയെടുത്തോണം. വീഡിയോ കോൾ ബിഫോർ ഫസ്റ്റ് ഓർഡർ. നമ്മളുടെ ഫസ്റ്റ് വീഡിയോ കോളിൽ വരാൻ പറയണം. ഓഫീസ് കാണിച്ചു തരാം, അല്ലെങ്കിൽ അവരുടെ ഷോപ്പ് കാണിച്ചു തരാൻ പറയണം. ഇതൊക്കെ ജസ്റ്റ് നോർമൽ തിങ് തന്നെ. ഇത് സ്വാഭാവികമായിട്ടും ഒരു പുതിയൊരു ബയർ വരുന്ന സമയത്ത് അവരും ഭയപ്പെടും. ഞങ്ങൾ ഫുൾ പേയ്മെൻറ്റ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഗുഡ്സ് വന്നില്ലെങ്കിലോ എന്നുള്ളത്. അപ്പോൾ അതിന് നമ്മൾക്കതൊരു നോർമലായിട്ട് അങ്ങനെയാണ് നമ്മൾ COD എന്നുള്ള ഓപ്ഷനൊക്കെ നമുക്ക് കൊടുക്കുന്നത്. അപ്പോൾ COD ഓപ്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഓഫീസ് കാണിച്ചു തരാൻ പറയണം. മിനിമം ഒരു 30% അഡ്വാൻസ് പേയ്മെൻറ്റ് നമ്മൾ മേടിക്കണം. അറ്റ്ലീസ്റ്റ് അവിടെ പോയി അവർ ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരാനുള്ള പണം ഉണ്ടല്ലോ, അതെങ്കിലും നമ്മൾ സെക്യൂർ ആയിരിക്കണം. കളക്ട് ബയേഴ്സ് ബിസിനസ് ID കോപ്പി. എപ്പോഴും പ്രോപ്പർ ഡോക്യുമെൻറ്റ്സുകൾ, എത്രയും കൂടുതൽ ഡോക്യുമെൻറ്റ്സ് മേടിക്കുന്നു അത്രയും നിങ്ങൾ സേഫായി. ഓർഡർ ഡോക്യുമെൻറ്റേഷൻ, സൈൻഡ് പർച്ചേസ് ഓർഡർ മേടിക്കണം, മാൻഡേറ്ററി, എസ്പെഷ്യലി when you are going even 70% credit. പെർഫോമ ഇൻവോയ്സ് സെൻഡ് ആൻഡ് റിട്ടേൺ. പേയ്മെൻറ്റ് ടേംസ് അതിൽ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. നോ വെർബൽ കമ്മിറ്റ്മെൻറ്റ് ഓണേഴ്സ്. വാട്സപ്പ് ത്രെഡ് സേവ്ഡ് ആൻഡ് ആർക്കൈവ്ഡ്. വാട്സപ്പിൽ കൂടെയാണ് നമ്മളിപ്പോൾ എല്ലാവരും അധികവും ബിസിനസ് ചെയ്യുന്നത്. ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു. 85% കമ്പനികൾ. വാട്സപ്പ് എപ്പോഴും ആർക്കൈവ് ഓണാക്കി ഇടണം. ആർക്കൈവ് നിങ്ങളിത് ഓഫ് ചെയ്തിടുന്നിടത്ത് നിങ്ങൾ എപ്പോഴും ലൂസ് ചെയ്യുന്നു. മൂന്നാമത്, പേയ്മെൻറ്റ് കൺഫർമേഷൻ. ബാങ്ക് അക്കൗണ്ട് ചെക്ക് ചെയ്തു, നോട്ട് സ്ക്രീൻഷോട്ട്. ഒരു കാരണവശാലും സ്ക്രീൻഷോട്ട് എന്നുള്ളത് ഒരു പ്രൂഫ് ഓഫ് പേയ്മെൻ്റ് അല്ല. അത് ഇറ്റ്സ് ഓൺലി അൻ ഇൻഡിക്കേഷൻ ദാറ്റ് ദേ പ്രോസസ് ദ പേയ്മെൻറ്റ്. അത്രേ ഉള്ളൂ. അവരും അത് മാത്രം. വെയിറ്റ് ഫോർ ബാങ്ക് ക്രെഡിറ്റ് SMS അലേർട്ട്. ബാങ്കിൽ നിന്ന് SMS വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് ഗേറ്റ്വേ, വെയിറ്റ് ഫോർ സെറ്റിൽമെൻറ്റ്. ഇ-കൊമേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ത്രൂ ആണെന്നുണ്ടെങ്കിൽ, വെബ്സൈറ്റ് വഴിയാണ് ഒരാൾ കസ്റ്റമർ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ അത് റിഫ്ലക്റ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. റിഫ്ലക്റ്റ് ആയതിനു ശേഷം മാത്രം സാധനം ഗുഡ്സ് ഡിസ്പാച്ച് ചെയ്യുക. നേരത്തെ ഒരു സിറ്റുവേഷൻ പറഞ്ഞു, ഈവൺ പേയ്മെൻറ്റ് റിഫ്ലക്റ്റ് ആവുന്നതിന് മുമ്പ് തന്നെ അവർ സാധനം ഫ്രോഡാണെന്ന് പറഞ്ഞിട്ട് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പേയ്മെൻറ്റ് റിവേഴ്സലായി പോകും. ലാർജ് ഓർഡർ കോൾ ബാങ്ക് ടു കൺഫേം. എപ്പോഴും വലിയ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ, 1 ലക്ഷമോ അല്ലെങ്കിൽ അതിന് മുകളിൽ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ വിളിച്ച് ബാങ്കിൽ കൺഫേം ചെയ്യുക. കഴിഞ്ഞാൽ നിങ്ങളുടെ ഇതിൽ കാണിക്കുന്നേ ഇല്ല, നിങ്ങളുടെ നെറ്റ് ബാങ്കിങ് ലോഗിൻ ചെയ്ത് കാണിക്കുന്നേ ഇല്ലെങ്കിൽ വിളിക്കുക എന്നുള്ളത് ഒരു സ്വാഭാവിക SOP ആയിട്ട് നിങ്ങൾ എഴുതി വയ്ക്കുക. 0 എക്സെപ്ഷൻ ഇൻക്ലൂഡിങ് റെഗുലേഴ്സ്. ഇത് റെഗുലർ കസ്റ്റമർക്ക് പോലും ഈ ഒരു സ്റ്റാൻഡേർഡ് അപ്ലൈ ചെയ്യുക. ബാങ്കിൽ പേയ്മെൻറ്റ് ക്രെഡിറ്റ് ചെയ്യുന്നില്ല നിശ്ചിത അവറിന് ശേഷമെങ്കിൽ ബാങ്കിൽ വിളിക്കുക എന്നുള്ളത് ഒരു സ്റ്റാൻഡേർഡ് പോളിസി ആക്കി വയ്ക്കുക. ഡിസ്പാച്ച് പ്രോസസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. ഗുഡ്സ് ലീവ്സ് ഓൺലി ആഫ്റ്റർ കൺഫേംഡ് ക്രെഡിറ്റ്.
പേയ്മെൻറ്റ് വന്നതിന് ശേഷം മാത്രമേ ഡിസ്പാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. OTP ഡെലിവറി കൺഫർമേഷൻ റെക്കോർഡ്, എസ്പെഷ്യലി ഇത് ഇ-കൊമേഴ്സ് വെബ്സൈറ്റിൽ കൂടെ സെല്ല് ചെയ്യുമ്പോൾ, നിങ്ങളുടെ സ്വന്തം ഇ-കൊമേഴ്സ് വെബ്സൈറ്റിൽ സെല്ല് ചെയ്യുമ്പോൾ ഡെലിവറി കൺഫർമേഷൻ വേണം. സൈൻഡ് ഡെലിവറി റെസിപ്റ്റ് ഫ്രം ബയർ. ഇത് ഫുൾ ട്രക്കിനും അപ്ലിക്കബിൾ ആണ് കേട്ടോ. നിങ്ങൾ ഡെലിവറി ചെല്ലാൻ ഇഷ്യൂ ചെയ്തു, അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് റിസീവ് ആയി കഴിഞ്ഞാൽ അതിൽ ഒപ്പിട്ട് വാങ്ങുക ഈ സാധനം റിസീവ് ആയി എന്നുള്ളതിന്. ഇപ്പം പേയ്മെൻറ്റ് കിട്ടിയ കേസിനുമാണ് ഞാൻ പറയുന്നത്. അത് എപ്പോഴും നിങ്ങളെ ബാക്ക് ചെയ്യും. ഇത് ഒരു സ്റ്റാൻഡേർഡ് പോളിസി ആയാലും. കൊറിയർ ട്രാക്കിംഗ്, ഷെയർഡ് പോസ്റ്റ് പേയ്മെൻറ്റ്. ചെറിയ ഓർഡറുകളും നിങ്ങളും ഒരു ട്രാൻസ്പോർട്ടേഷൻ കമ്പനി, പാർട്ട്ലോഡ് ട്രാൻസ്പോർട്ടേഷൻ കമ്പനികളുമായിട്ട് നാടുന്നുണ്ടെങ്കിൽ കൊറിയർ ട്രാക്കിംഗ് നമ്പർ, അല്ലെങ്കിൽ ഹൈ വാല്യൂ ഷിപ്മെൻറ്റ്, ചിലപ്പോൾ 1 കിലോയിൽ താഴെയുള്ള ആയിരിക്കും, പക്ഷേ ഹൈ വാല്യൂ ആയിരിക്കും. അങ്ങനെയുള്ള ഷിപ്മെൻറ്റുകൾ കൊറിയർ ട്രാക്കിംഗ് നമ്പർ എപ്പോഴും സേവ് ചെയ്താനേ ശ്രമിക്കുക. അത് നിങ്ങളുടെ സിസ്റ്റത്തിൽ അങ്ങനെയുള്ളൊരു ഓപ്ഷൻ ഉണ്ടാക്കുക, സോഫ്റ്റ്വെയറിൽ അങ്ങനെയുള്ളൊരു ഓപ്ഷൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഡെസ്ക്രിപ്ഷനിലെങ്കിലും ട്രാക്കിംഗ് നമ്പർ എന്ന് പറഞ്ഞിട്ട് അത് എഴുതി വയ്ക്കുക. ഫോട്ടോസ് ഓഫ് പാക്കേജ് ഗുഡ്സ് പ്രിയർ ഡിസ്പാച്ച്. ലോഡ് ചെയ്തതിന് മുമ്പ് തന്നെ നിങ്ങളുടെ അതിൻ്റെ കണ്ടീഷൻസ് നിങ്ങൾ ഫോട്ടോ എടുത്ത് വെക്കണം ഒരു തെളിവിനായിട്ട്. എസ്പെഷ്യലി ആമസോണിലും ഫ്ലിപ്കാർട്ട് അതുപോലുള്ള സൈറ്റുകളിൽ കൂടെ വെക്കുന്നത് എപ്പോഴും ഒരു സേഫ്റ്റി ആയിരിക്കും. അധികവും നമ്മൾ കേൾക്കുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ഇത്. അവിടെ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയും ഇതിൽ കല്ലും മണ്ണുമാണ്, ഞങ്ങൾ തുറന്നു നോക്കിയപ്പോൾ ഒന്നുമില്ല എന്ന് പറയുന്ന ഒരു കംപ്ലൈൻറ്റ് സ്വാഭാവികമാണ്. ഇതിൽ റിയലായിട്ട് നടക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടർ ചെയ്യുന്ന പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ സെല്ലർ തന്നെ ഫേക്ക് ആയിരിക്കും. നമ്മൾ ഒരു ജെനുവിൻ സിറ്റുവേഷൻ എടുക്കാം. നമ്മൾ ആമസോണിൽ ലിസ്റ്റ് ചെയ്തു, പ്രൊഡക്റ്റ് ട്രാൻസ്പോർട്ടർക്ക് കൊടുത്തു, അവിടെ പോയിട്ട് അവരെടുത്തതിന് ശേഷം പറയണം ഇത് ഞങ്ങൾക്ക് കിട്ടിയതൊന്നുമില്ല, അതിൽ ഒരു കടലാസ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കണ്ടീഷനിൽ പാക്കിങ്ങിൻ്റെ ഫോട്ടോ ഒക്കെ നമ്മൾ എടുത്ത് വയ്ക്കുന്നത് വിത്ത് ടൈം സ്റ്റാമ്പ് ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ബാധ്യതയാണ്. സേവ് യുവർ സെൽഫ് ഈസ് എ ഫസ്റ്റ് തിങ്. ഡോക്യുമെന്റേഷൻ സ്റ്റോറേജ്. ഇൻവോയ്സ് സ്റ്റോർഡ് ഡിജിറ്റലി 3 years. നിങ്ങൾ എപ്പോഴും മാനുവൽ ഇൻവോയ്സ് റൈസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ റിസ്കിലാണ്. അറ്റ് പ്രസൻറ്റ് വേൾഡിൽ, നമ്മൾക്ക് പുതിയ വേൾഡിൽ ഡിജിറ്റൽ ഇൻവോയ്സിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് പിന്നെയും മാനുവൽ ഇൻവോയ്സ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പുതിയ സോഫ്റ്റ്വെയറുകൾ പലതും ക്ലൗഡ് ബേസ്ഡ് ആണ്. ഡോക്യുമെൻ്റ് നമ്മൾ അതിൽ തന്നെ ഉണ്ടാവും, അവരുടെ സെർവറിൽ തന്നെ ഉണ്ടാവും. അതിന് കൂടാതെ നമ്മൾക്കും വേണമെങ്കിൽ ഒരു മാസത്തിലൊരിക്കൽ ബാക്കപ്പ് എടുത്ത് വയ്ക്കുകയും ചെയ്യാം. ബയർ ID, പേയ്മെൻറ്റ് പ്രൂഫ്, റെസീപ്റ്റ് എല്ലാം അതിൽ സിസ്റ്റത്തിൽ സേവ് ചെയ്യണം. വാട്സപ്പ് കോൺവെർസേഷൻ ആർക്കൈവ്ഡ് മന്ത്ലി. ഇത് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സെറ്റിങ്ങിൽ നിങ്ങൾ പോവുക, ചാറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആർക്കൈവ്സിൻ്റെ ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്ത് വിടാം. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഗൂഗിൾ ക്ലൗഡിൽ, ഗൂഗിൾ ഡ്രൈവിൽ അത് സേവ് ആയിട്ടുണ്ടാവും. റിപ്പോർട്ട് ഫ്രോഡ്. ഓക്കെ, എന്നിട്ടും ഫ്രോഡ് സംഭവിച്ചാൽ സൈബർ ക്രൈമിൽ വിളിച്ച് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യും. മന്ത്ലി ഓഡിറ്റിംഗ് ഫോർ പെൻഡിങ് റിസീവബിൾ. എപ്പോഴും പെൻഡിങ് റിസീവബിൾ ഉണ്ടെങ്കിൽ, പണം കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾ മന്ത്ലി ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, അവർക്ക് അലേർട്ട് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രം അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് നിങ്ങൾ എഴുതി വെക്കണം നിങ്ങളുടെ കമ്പനിയുടെ. ഇപ്പോൾ പുതിയ സിസ്റ്റങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുതിയ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് റിഫ്ലക്റ്റ് ആയിട്ട് കാണിക്കും. അത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അലേർട്ട് 30 days സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 15 days സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡേറ്റ്സിൽ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഇമെയിലും വാട്സപ്പ് മെസ്സേജോ അതിലേക്ക് പോകും, SMS പോകും. സിസ്റ്റം ടേക്സ് 3 minutes per order. നമ്മൾക്ക് ഇതേപോലെ ഒരു പ്രോപ്പർ സിസ്റ്റം ഉണ്ടെങ്കിൽ ഒരു ഓർഡർ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ വെറും 3 minutes എടുക്കുന്നുള്ളൂ. എ സ്കാം ടേക്സ് 3 months ഓഫ് റവന്യൂ. ഒരു സ്കാമിൽ നമ്മൾ പെട്ടുപോയാൽ നമ്മളുടെ 3 മാസത്തെ റവന്യൂ പോയി കിട്ടും. ഏതാണ് കൂടുതൽ ചിലവാകുക എന്നുള്ളത് നമ്മൾ നോക്കുക. പ്രോപ്പർ സിസ്റ്റം വാങ്ങുക എന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ചത് സോഫ്റ്റ്വെയർ ആണ്.
മാനുവൽ സിസ്റ്റം അല്ല ഞാൻ ഉദ്ദേശിച്ചു. മാനുവൽ നമ്മൾ കയ്യിൽ എഴുതി ബില്ല് കൊടുക്കുന്ന റെസിപ്റ്റ് കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ അതിലേക്ക് മൂവ് ചെയ്യേണ്ടി. എന്താണ് എപ്പോഴാണ് മൂവ് ചെയ്യുന്നത് എന്ന് മാത്രമേ ക്വസ്റ്റ്യൻ ഉള്ളൂ. എത്രയും പെട്ടെന്ന് മൂവ് ചെയ്തും നിങ്ങൾ അത്രയും പെട്ടെന്ന് സേഫാണ്. കോമൺ സെല്ലർ മിസ്റ്റേക്ക് ആൻഡ് ഹൗ യു അൺലേൺ ദം. ഇതൊക്കെ നിങ്ങൾ യു ഹാവ് ടു അൺലേൺ. നിങ്ങളൊന്നും ഇതെല്ലാം മറന്നു കളയണം. നിങ്ങൾ ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് അയച്ചു തന്നതുകൊണ്ട് മാത്രം, പേയ്മെൻറ്റ് സ്ക്രീൻഷോട്ട് അയച്ചുകൊണ്ട് മാത്രം നിങ്ങൾ ബ്ലൈൻഡായിട്ട് ബിലീവ് ചെയ്യരുത്. എപ്പോഴും ഇത് അധികം സെല്ലർക്കും പറ്റുന്നതാണ്. ഡ്യൂ ടു പല സിറ്റുവേഷനിലും പൈസ കിട്ടിയിട്ടല്ലേ ഞങ്ങൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ എന്നുള്ളത് നിൽക്കും. പക്ഷെ ഒരു സിറ്റുവേഷൻ അവർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബയർ വെരിഫിക്കേഷൻ പോകും. എസ്പെഷ്യലി വലിയൊരു സെയിലാണെന്നുണ്ടെങ്കിൽ, വലിയ സെയില് അവരുടെ പ്രൊഫഷണൽ ടോക്കിങ് എല്ലാം കാണിച്ചു തന്നിട്ട് ഇവൺ അവർ മറ്റേ വീഡിയോ കോളിൽ ഇട്ട് തരും, നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കാണിച്ചു തരും, നിങ്ങൾ അവരുടെ ഓഫീസ് കാണിച്ചു തരും, എല്ലാം കാണിച്ചു തരും. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതിൽ മാത്രം നിങ്ങൾ വിശ്വസിക്കരുത്. പ്രോപ്പറായി തരുന്ന ഡോക്യുമെൻറ്റും അവരുടെ കമ്പനി വെരിഫിക്കേഷനും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ചെക്ക് ചെയ്യണം. ഡിസ്പാച്ചിങ് വിത്തൗട്ട് പേയ്മെൻറ്റ്. ഒരു കമ്പനിയിൽ ഒരു സ്റ്റാൻഡേർഡ് പോളിസി, ഒരു 5 പേയ്മെൻറ്റിന് ശേഷം മാത്രമേ ഞാൻ ഒരാൾക്ക് ക്രെഡിറ്റ് കൊടുക്കുകയുള്ളൂ എന്ന് ഒരു പേയ്മെൻറ്റ് പോളിസി വെക്കണം. പക്ഷെ എന്നിട്ട് വരെ ചതിക്കുന്നവരുണ്ട്. 5 പേയ്മെൻറ്റ് വരെ കഴിഞ്ഞ് നല്ല പെർഫോമൻസാണ്, നമ്മൾക്ക് നമ്മുടെ അക്കൗണ്ടിൽ കുറച്ച് പ്രോഫിറ്റ് ഷോ കാണിച്ചു, പ്രോഫിറ്റ് വന്നു, പക്ഷേ നമ്മൾ അവരെ ക്രെഡിറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്തു. വലിയ ഓർഡർ കൊടുത്തു, സന്തോഷമായി, പിന്നെ അവരുടെ അഡ്രസ്സില്ല. ഇമോഷണൽ സെല്ലിങ്ങിൽ ഒരു തരത്തിലും വീണ് പോകരുത്. എസ്പെഷ്യലി സ്ത്രീകൾ വിളിച്ച് കരയുന്നത്, അല്ലെങ്കിൽ ആണുങ്ങളാണെങ്കിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത്, അതുപോലെ അല്ലെങ്കിൽ വേറെ എക്സ്ട്രീം ഹാപ്പിനെസ് അല്ലെങ്കിൽ എക്സ്ട്രീം ഫിയർ, രണ്ടും അപകടമാണ്. അതിലൊരിക്കലും വീണ് പോകരുത്. റിപ്പീറ്റ് വൾണറബിലിറ്റി ടു ദ സെയിം ട്രാപ്പ് ഓഫ് ന്യൂ സ്കാമേഴ്സ്. ഇത് ഒരു വൾണറബിലിറ്റിയാണ്. എന്തൊക്കെ എക്സൈറ്റ്മെന്റ്, ജനറോസിറ്റി, റിലേഷൻഷിപ്പ് പ്രഷർ, ഓവർ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ആൻഡ് ഡോക്യുമെന്റഡ് പ്രോസസ്. എക്സൈറ്റ്മെന്റ് ഉണ്ടാവുക, നമ്മൾ ജനറോസിറ്റി, റിലേഷൻഷിപ്പ് പ്രഷർ. ഒരു ഘട്ടം എത്തുമ്പോൾ ഒരു ബയർ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. നമ്മൾ ബയർ വിളിക്കുന്നത് ബ്രദർ എന്നോ അല്ലെങ്കിൽ ഇതെന്നോ ഫ്രണ്ട് എന്നോ ഒരു ട്രസ്റ്റബിൾ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കും. നമ്മൾ മനഃപൂർവ്വം ബായ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ, പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞു തരും, അങ്ങനത്തെ പറയും, അങ്ങനെ എല്ലാം ചെയ്യും. പക്ഷെ പൈസ മാത്രം അക്കൗണ്ടിൽ വരില്ല. നമ്മൾ കൂടുതൽ ഇമോഷണലി അവരുമായിട്ട് ബയറുമായിട്ട് ഇൻവോൾവ് ആകുന്നിടത്തോളം നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഡേഞ്ചറിലേക്ക് പോവുകയാണ്. ഓക്കെ, നമ്മളുടെ ക്ലാസ് ഓൾമോസ്റ്റ് ഫിനിഷ് ആറാകാൻ. എന്തൊക്കെയാണ് കീ ടേക്ക് അവേഴ്സ്? 1. സെയിൽ പ്രഷർ ഈസ് ദ സ്കാമേഴ്സ് ഗ്രേറ്റസ്റ്റ് ടൂൾ അഗൈൻസ്റ്റ് യു. നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങളുടെ സെയിൽസ് സ്റ്റാഫിന് കൊടുക്കുന്ന സെയിൽസിൻ്റെ പ്രഷർ ഉണ്ടല്ലോ, അതിൽ സ്വാഭാവികമായിട്ടും അത് സ്കാമറിൻ്റെ ടൂളാണ്. അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. പേയ്മെൻറ്റ് കൺഫർമേഷൻ ഈസ് നോൺ നെഗോഷ്യബിൾ വിത്ത് 0 എക്സെപ്ഷൻ. ഒരു കാരണവശാലും പേയ്മെൻറ്റ് കൺഫർമേഷൻ ഈസ് നോൺ നെഗോഷ്യബിൾ, അതിലൊരു കോംപ്രമൈസ് പാടില്ല. ഡോക്യുമെൻറ്റേഷൻ ഈസ് യുവർ ലീഗൽ ആമർ. നിങ്ങൾ നാളെ ഒരു വലിയൊരു കേസിന് ആ കമ്പനി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും കൂടി അതങ്ങനെ ഒരു ലീഗലി ഒരു 10 വർഷം 15 വർഷമുള്ള കമ്പനിയാണെങ്കിൽ പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ, ഇൻവോയ്സ്, പാക്കിംഗ് ലിസ്റ്റ്, ഡെലിവറി ചലാൻ, പേയ്മെൻറ്റ് തരാത്തത്, കഴിഞ്ഞാൽ നമ്മൾ നാളെ ഒരു കോടതിയിൽ പോവുകയാണെങ്കിൽ അത് കൊടുക്കാനുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടത്, ലീഗൽ ഡോക്യുമെൻറ്റ്സ് വേണ്ടത്, അത് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. സിസ്റ്റംസ് ബീറ്റ് ഇമോഷൻ. നമ്മൾ ഇമോഷൻ എങ്ങനെയാണ് ബീറ്റ് ചെയ്യുക എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ എഴുതി വെച്ച SOP, സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ, വി ആർ ലേണിംഗ് ഫ്രം അവർ എക്സ്പീരിയൻസ്, അത് ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ബാധ്യതയാണ്.
അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം നമ്മൾ ബയർ സൈഡായിട്ടും സെല്ലർ സൈഡായിട്ടും നോക്കി. ഇനി അടുത്തത് ഇൻവെസ്റ്റ്മെൻറ്റ്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് പറയാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഓണറായിട്ടുള്ള ഫ്രണ്ടിനെ അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഫിനാൻസ് മാനേജർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാഫിനെയോ കാണിക്കുക എന്നുള്ളൊരു ബാധ്യതയുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. കീപ് വാച്ചിങ് and especially subscribe. Thank you so much.